ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ ആദ്യം ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്ത് കോരി വെക്കണം. നന്നായി ഇതുപോലെ എണ്ണയിൽ വറുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണേ, അന്നേരം ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഉള്ളി ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഉള്ളിയെല്ലാം കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കശുവണ്ടി പരിപ്പ് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഇതും കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് റൈസ് ഉണ്ടാക്കണം. ബിരിയാണി റൈസ് റെഡിയാക്കണം. അതിനായി ഞാൻ ഇവിടെ അരി കഴുകിയെടുത്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ബസ്മതി റൈസ് അല്ല, സാധാരണ ജീരകശാല അരിയാണ്, ചെറിയ അരി. അതാണ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത്, ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് റൈസ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ്, പശു നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനാണ്. ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. കുരുമുളക്, ഏലക്കായ്, ഗ്രാമ്പു, പട്ട എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത്, ഇത് റൈസ് റെഡിയാക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അതിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി അളന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളക്കണം. പിന്നെ ഓരോരോ അരിക്കും വ്യത്യാസമായിരിക്കും വേവിനുള്ളത്. അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയും കൂടി ഉള്ളത് കൊണ്ട് അരി അധികം ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നെയ്യുടെ കൂടെ എപ്പോഴും. നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരിത്തിരി നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. കാരണം റൈസും കൂടെ ചേർന്ന് വരുമ്പോൾ അപ്പോഴാണ് ഉപ്പിൻ്റെ ഒരളവ് കറക്റ്റ് ആവുക. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഒന്ന് മുന്നിട്ട് നിൽക്കണം. ആ രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 80% വേവ് ആവുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണേ. നമ്മൾ ഇനി ദമ്മൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ വേവും. ഒരു 80% വേവാവണം.
ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് മൂടി എടുത്തിട്ടൊന്ന് നോക്കണം. അരി ഒന്ന് വേവുന്നപ്പോഴേക്ക് നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം മസാലയ്ക്ക് വേണ്ടിയിട്ട്. അതിനായി ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ട വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വേവിച്ചിട്ട് ഒരു കത്തി കൊണ്ടിങ്ങനെ എല്ലാ വശവും ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊന്നും ചെയ്യാതെയും മുട്ട ബിരിയാണി ഉണ്ടാക്കും ചിലരൊക്കെ. ഞാൻ ഈ മുട്ടയൊന്ന് പൊരിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് മസാല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുട്ട പൊരിച്ചിട്ട് മസാലയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ മുട്ട ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാത്രത്തിൽ ആദ്യം ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അതേപോലെ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂണ് മാത്രം വെള്ളം ചേർത്തിട്ട് ഈ മസാല ഒന്ന് കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഈ മുട്ടയെല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയെല്ലാം ഇതൊന്ന് പുരട്ടി വെക്കാം. ഇങ്ങനെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്ക് അരി വെന്തോ നോക്കാം. മുട്ട റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മസാല പുരക്കിയിട്ട്. ഇനി നമുക്ക് അരി വെന്തോ നോക്കാം. ചോറ് ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാം. ഇനി ഇത് മാറ്റി വെക്കാം, അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. അതിനായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിന് ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മുട്ട പൊരിക്കുമ്പോൾ അത്രയധികം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. ഇങ്ങനെ മുട്ടയൊന്ന് ഇങ്ങനെ പെരങ്ങാൻ വേണ്ടി മാത്രം, ഈ തട്ടൊന്ന് പെരങ്ങാൻ വേണ്ടി മാത്രം എണ്ണ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ടയിലുള്ള മസാലയെല്ലാം ഒലിച്ചു പോകും. ഇങ്ങനെ പുരട്ടി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച മസാല പുരട്ടി വെച്ച മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് പൊരിച്ചെടുക്കാം. മുട്ട അത്യാവശ്യം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ചെയ്യേണ്ടത് മുട്ടയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കണം. അതിനായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി അരച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഈ മുട്ട ബിരിയാണിക്ക് ആവശ്യമുള്ള മസാലേൻ്റെ അളവ് പോലെ വേണം നിങ്ങൾ ഉള്ളി എടുക്കാൻ. ഞാൻ 4 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇത് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും.
ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിനയിലയും ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടയണം. അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായി ഒരു ചെറിയ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, എരിവിനനുസരിച്ച് പൊടികൾ ചേർക്കണേ. 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മസാലപ്പൊടി. ഞാനിവിടെ ഇറച്ചി മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് 1 സ്പൂണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്തുടയണം. അതുവരെ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികമൊന്നും വേണ്ട. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു പുളിപ്പ് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ചെറുനാരങ്ങൻ്റെ. ഞാൻ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരൊറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയായാൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെക്കാം. ഇതൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ പൊരിച്ചിട്ട് മാറ്റി വെച്ച മുട്ടയിൽ അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയിലും കൂടെ മസാലയിലും ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റ് മാത്രം. മസാലയെല്ലാം ഇതിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വരട്ടെ. ഇതിൻ്റെ മുകളിലേക്കെല്ലാം ഒന്ന് ആക്കി കൊടുക്കാം. ഇതൊന്ന് മൂടി വെക്കാം. മസാല റെഡിയായോ നോക്കാം. നമ്മുടെ മുട്ടയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് തീ ഓഫ് ചെയ്യാം. നമുക്ക് റൈസൊക്കെ ചേർത്തിട്ട് ഒന്ന് ദമ്മിടണം ചെറിയ രീതിയിൽ. അതിനായിട്ട് ഇതിൽ നിന്ന് ഒരു പകുതി മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. നമുക്ക് പകുതി മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റാം. രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഈ ദമ്മിടുന്നത്. മസാല ഇതിലേക്ക് മാറ്റി വെക്കാം. ഞാൻ പകുതി മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ ലെവലാക്കി കൊടുക്കാം. മുട്ടയൊക്കെ ഇങ്ങനെ ഇട്ട് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് റൈസ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ അടുപ്പത്ത് വിറകടുപ്പിലൊക്കെ വെച്ചിട്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വലിയ പാത്രത്തിലൊക്കെ നമ്മളിങ്ങനെ ദമ്മിടും. മുകളിൽ കനലൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാമെന്ന് കാണിക്കുകയാണേ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ പകുതി മാറ്റി വെച്ച മസാലയില്ലേ അതിട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ആ മാറ്റി വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ആ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള റൈസും കൂടി അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടതുപോലെ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കുന്ന പോലെ ചെറിയ തീയിൽ, അടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല, ചെറിയ തീയിലൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് മതിയേ. എല്ലാ മസാലയെല്ലാം ഒന്ന് അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. റൈസിലും കൂടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദമ്മിട്ടിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം. ഇത് ചെറുതായിട്ട് ഇന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. ഉള്ളിലുള്ള മസാലയെല്ലാം ഇട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം. ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു തൈര് സാലഡും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഇത് കഴിക്കാൻ. ഇതുപോലൊരു സാലഡ് മാത്രം മതി ഇതിൻ്റെ കൂടെ. ക്യാരറ്റ്, കക്കിരി, തൈരൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ഈ ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ ഈ മുട്ട ബിരിയാണി കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.